യഥാർത്ഥത്തിൽ കേരള ജനത വലിയൊരു ആശ്വാസത്തിലായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം നീണ്ട ഒരു ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച്, അത് യഥാർത്ഥത്തിൽ കേരള ജനതയാണ് ഈ ഭരണം അവസാനിപ്പിച്ചത്. ഞാനുൾപ്പെടെ കായംകുളത്തു നിന്നും വിജയിച്ചത് UDF പ്രവർത്തകരുടെ അനുഭാവികളെ മാത്രം വോട്ട് ലഭിച്ചിട്ടല്ല. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പിണറായി സർക്കാരിനെ പുറത്താക്കണം എന്ന ഉറച്ച താൽപര്യത്തോടെ എല്ലാ ജനങ്ങളും വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 102 സീറ്റുകൾ UDFന് ലഭിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 63 സീറ്റുകളാണ് ലഭിച്ചത്. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് ഈ തിരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ സ്വാഭാവികമായി ജനത്തിന് വലിയ പ്രതീക്ഷകളുണ്ട്. UDFനെ കുറിച്ച്, കോൺഗ്രസിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണുള്ളത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു നല്ല കാര്യങ്ങളല്ല എന്നുള്ളത് തുറന്നു പറയുന്നതിൽ ഖേദമുണ്ട്. പ്രകടനങ്ങൾ നമുക്കറിയാം. കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി അല്ലെങ്കിൽ ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിരവധി നേതാക്കന്മാരുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമാണ്. സ്വാഭാവികമായും ഇപ്പോൾ CPM ആണ് എന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റേതല്ലാത്ത രണ്ടാമതൊരു പേര് ഉരിയാടാൻ പോലും ധൈര്യമില്ലാതെ, നിരവധി കഴിവുള്ള നേതാക്കന്മാരുടെ പേരുകൾ പരാമർശിക്കപ്പെടാൻ പോലും കഴിയാതെ CPMന്റെ നേതാക്കന്മാർ ശ്വാസം മുട്ടുമ്പോൾ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം നിലവിലിപ്പോൾ അതിഭീകരമായ ഒരു പരാജയം CPMനുണ്ടായി, LDFനുണ്ടായി. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു പേരിനെ കുറിച്ച് ചർച്ച ഉയരുമ്പോൾ തന്നെ അവിടെ ഭീഷണിയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ അതിനുള്ള സ്വാതന്ത്ര്യമില്ല. കോൺഗ്രസിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടം തന്നെ മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നതനായ നേതാവായിരിക്കുമ്പോൾ തന്നെ ജവഹർലാൽ നെഹ്റുവിനും സർദാർ പട്ടേലിനും സുഭാഷ് ചന്ദ്രബോസിനും സ്പേസ് ഉള്ള ഒരു പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മഹാത്മാഗാന്ധിയുടെ സ്ഥാനാർത്ഥിയായ പട്ടാഭി സീതാരാമയ്യയെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് AICCയുടെ അധ്യക്ഷനായത്. അപ്പോൾ ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. വ്യത്യസ്തരായ നേതാക്കന്മാരുടെ പേരുകൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാരമ്പര്യം അതാണ്. ഇവിടെ ഇപ്പോൾ ആ പേരുകൾ ഉയർന്നു വരുന്നതിൽ ഒരു തെറ്റുമില്ല. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഉയർന്നു കേൾക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എന്ന തരത്തിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളെല്ലാം തന്നെ മികച്ച നേതാക്കന്മാരാണ്. AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പേര് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി ശക്തമായി നിലപാടെടുത്ത സംഘപരിവാറിന്റെ കടുത്ത ഭീഷണി നേരിടുന്ന നേതാവാണ്. ശ്രീ VD സതീശൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് അതിശക്തമായ നേതൃത്വം നൽകിയ മികച്ച നേതാവാണ്. ശക്തമായി പ്രതിപക്ഷത്തിന് ടീം UDF എന്ന സങ്കല്പം കെട്ടിപ്പടുത്ത നേതാവാണ്. അതിന് യാതൊരു സംശയവുമില്ല. ശ്രീ രമേശ് ചെന്നിത്തലയുടെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം കേരളത്തിന്റെ ശക്തനായ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഒരു പാർട്ടിയുടെ പിളർപ്പിന്റെ സമയത്ത് നേതൃത്വം കൊടുത്തത്. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, ഭാവി കേരളത്തേക്ക് നയിക്കാനായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളെല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ച ആളുകളാണ്. ആ പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നതിനും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ആര് നേതാവാകണം, ആര് മുഖ്യമന്ത്രിയാകണം എന്നതിനെക്കുറിച്ചും കോൺഗ്രസ് അണികൾ അഭിപ്രായ പ്രകടനം നടത്തുന്നതിനും തെറ്റില്ല. തങ്ങളുടെ നേതാക്കന്മാർക്ക് സിന്ദാബാദ് വിളിക്കാം, അഭിവാദ്യങ്ങൾ അർപ്പിക്കാം, അവരുടെ മികവിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷെ അതേസമയം തന്നെ എന്റെ നേതാവ് മികച്ചതാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു നേതാവിനെ അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന ഒരു സംസ്കാരത്തോട് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ലെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രകടനം നടത്തുമ്പോൾ ശ്രീ KC വേണുഗോപാൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഫ്ലക്സ് വലിച്ചേറിക്കളയുക, അതിന്റെ കൂടെയുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ ചിത്രം വലിച്ചേറിക്കളയുക, മറ്റൊരു ആളുകൾ അപ്പുറത്തിരിക്കുന്ന ഫ്ലക്സിൽ പോയി തുപ്പുക, ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം ശക്തമായൊരു മെസ്സേജ് നേതാക്കന്മാർക്കും അണികൾക്ക് നൽകിയിട്ടുണ്ട്. വ്യക്തിഹത്യ അരുത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മികച്ച നേതാക്കന്മാരുടെ പേരുകൾ നിർദ്ദേശിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് പാർട്ടിയിലെ നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നത്, മറ്റ് പാർട്ടിയിലെ നേതാക്കന്മാരെ ഇത്രത്തോളം രൂക്ഷമായി ആക്രമിക്കാറുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. നവമാധ്യമങ്ങളിലും അല്ലെന്നുണ്ടെങ്കിൽ തെരുവുകളിലും കോൺഗ്രസ് നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന രൂക്ഷത യഥാർത്ഥത്തിൽ മറ്റു പാർട്ടിയിലെ നേതാക്കന്മാരോട് ഇവർ ആരെങ്കിലും കാണിക്കുന്നുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. വളരെ കൃത്യമായൊരു നടപടിക്രമമാണ്, വർഷങ്ങളായി പിന്തുടരുന്നൊരു നടപടിക്രമമാണ് AICC ഈ കാര്യത്തിൽ നടപ്പിലാക്കിയത്.
AICC നിരീക്ഷകരെ പ്രഖ്യാപിച്ചു. നിരീക്ഷകർ വന്ന് പാർലമെന്ററി പാർട്ടി വിളിച്ചു ചേർത്തു. പാർലമെന്ററി പാർട്ടിയിൽ ഒറ്റ വരി പ്രമേയം, ഞാൻ ആ പാർലമെന്ററി പാർട്ടി പങ്കെടുത്ത ഒരാളാണ്. ഒറ്റ വരി പ്രമേയം, അതായത് കോൺഗ്രസിന്റെ കേരളത്തിലെ പാർലമെന്ററി പാർട്ടി നേതാവിനെ നിയമിക്കാനുള്ള ചുമതല അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് നിയോഗിച്ചിരിക്കുന്നു, അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഐക്യകണ്ഠേന കൊടുത്ത ഒരു പ്രമേയമാണ്, ഐക്യകണ്ഠേന കൊടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന് ശേഷം AICC ഒബ്സർവർമാർ ഓരോ MLA-മാരെ കണ്ടു. അപ്പോൾ അവിടെ ആദ്യം ഈ വോട്ടെടുപ്പ് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങൾ അങ്ങനെ വാർത്തയുണ്ടായിരുന്നു, രഹസ്യ ബാലറ്റ് അല്ലെങ്കിൽ കൈവക്കി വോട്ടിടൽ, ഒറ്റയ്ക്കുള്ള കൌണ്ടിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ തന്നെ AICC ഒബ്സർവർമാർ പറഞ്ഞു, കൌണ്ടിങ്ങിന്റെ ഒന്നും കാര്യമല്ല. AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അത്തരമൊരു കണക്കെടുപ്പല്ല ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളൊരു തീരുമാനങ്ങൾ എടുക്കുകയാണ്, എല്ലാവരെക്കുറിച്ചും അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയാണ്. ഇത് AICC അധ്യക്ഷന് കൈമാറും, ശ്രീ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് കൈമാറും. ശ്രീമതി സോണിയ, UPA-യുടെ മുൻ അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധിയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, കോൺഗ്രസ് ഹൈക്കമാൻഡ്. തീർച്ചയായിട്ടും ഇതെല്ലാം ചർച്ച ചെയ്യും, അഭിപ്രായങ്ങളെല്ലാം ചർച്ച ചെയ്യും. എന്നിട്ട് ഏറ്റവും ഉചിതമായ ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കേരളത്തിലെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ ലീഡറായും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായും നിയോഗിക്കും. അപ്പൊ കാര്യം വ്യക്തമല്ലേ? ഈ രാജ്യത്തെ കോടിക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്ന ആരെയാണ്? രാഹുൽ ഗാന്ധി എന്ന ഈ രാജ്യം മുഴുവൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പദയാത്രയായി സഞ്ചരിച്ച സംഘപരിവാറിന്റെ കടുത്ത ഭീഷണികളെ നേരിടുന്ന ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ കള്ളക്കേസുകൾ എടുക്കുന്നു. അദ്ദേഹത്തിന്റെ പൌരത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസുകൾ സമർപ്പിക്കപ്പെടുന്നു. രാജ്യവ്യാപകമായി അദ്ദേഹത്തിനെതിരെ വ്യക്തിഹത്യ നടത്തുന്നു. അദ്ദേഹത്തിന്റെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നു. അദ്ദേഹം പാർലമെന്റിൽ സംസാരിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നു, അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളി ആരാണ്? ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്ന ഏറ്റവും ശക്തനായ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളി ശ്രീ രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരുമല്ല. ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ഏത് കോൺഗ്രസ് നേതാവിനേക്കാൾ, കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെക്കാൾ കൂടുതൽ ഞാൻ എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരൻ വിശ്വസിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയിലും ആണ് എന്ന കാര്യത്തിലും, അല്ലെങ്കിൽ ഈ കോൺഗ്രസിന് ദേശീയ തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന മല്ലികാർജ്ജുന ഖാർഗെ എന്ന വന്ധ്യവയോധികനായ പരിചയസമ്പന്നനായ നേതാവിലും സോണിയാഗാന്ധിയിലുമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.